അച്ചാദിനെന്നും ഡിജിറ്റൽ ഇന്ത്യ എന്നും പറഞ്ഞു നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം നാട്ടിലേക്ക് ഒന്ന് കണ്ണും വീഴ്ച നോക്കണം. മോദിയുടെ നാടായ ഗുജറാത്തിലെ ജനങ്ങൾ അതീവ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിലാണിപ്പോൾ. അന്താരാഷ്ട്ര സംഘടനയായ ഹങ്കർ വാച്ച് നടത്തിയ സർവേയിലാണ് ഗുജറാത്ത് അതീവ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി നേരിടുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഗുജറാത്തിലെ പിന്നാക്ക വിഭാഗക്കാരിൽ 21.8% പേർ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുകയാണെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങൾ ഭക്ഷണം കഴിക്കാതെയാണ് കിടന്നുറങ്ങുന്നതെന്നാണ് സർവേ റിപ്പോർട്ട്. അഹമ്മദാബാദ്, ആനന്ദ്, ഭറൂച്ച്, ഭാവ്നഗർ, ദഹോദ്, മോർബി, നർമ്മദ, പഞ്ച് മഹൽസ്, വഡോദര എന്നീ 9 ജില്ലകളിലാണ് സർവേ നടത്തിയത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു സർവേ നടത്തിയത്. ഗുജറാത്തിലെ കുടുംബങ്ങൾ ഇക്കാലയളവിൽ അവരുടെ റേഷൻ കാർഡുകൾ വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല. റേഷനെ കുറിച്ച് അധികൃതർ അറിയിക്കാത്തതാണ് ഇതിന് കാരണമെന്നും സർവേ പഠനങ്ങൾ പറയുന്നു. വ്യവസായ സ്ഥാപനമായി അറിയപ്പെടുന്ന ഗുജറാത്തിന്റെ ദാരിദ്ര്യത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഗുജറാത്തിലെ ദാരിദ്ര്യത്തെ കൃത്യമായി പ്രതിഫലിക്കുന്നതാണ് സർവേ റിപ്പോർട്ട് എന്ന് അഹമ്മദാബാദ് IIM-ലെ പ്രൊഫസർ സെബാസ്റ്റ്യൻ മോറിസ് ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്ത് കർഷക സമരം കൂടുതൽ ശക്തിയാർജിച്ചാൽ രാജ്യത്തെ ഭക്ഷ്യോൽപാദനവും നന്നേ കുറയുമെന്നും വിദഗ്ധർ പറയുമ്പോൾ കാർഷിക ബില്ലിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനത്തെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. പെട്രോളിനും ഡീസലിനും പ്രതിദിനം വില വർദ്ധിപ്പിക്കുമ്പോൾ അതൊക്കെയും രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയാണെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനാണെന്നും BJP നേതാക്കൾ പറയുമ്പോഴും പ്രധാനമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ ഇതൊക്കെയാണ് അവസ്ഥ. ഗുജറാത്തിൽ ഇത്തരത്തിൽ ജനങ്ങൾ കൊടും പട്ടിണി നേരിടുമ്പോൾ എവിടെയാണ് മോദിയുടെ അച്ചാദിനെന്നും ഡിജിറ്റൽ ഇന്ത്യയുമെന്നാണ് സോഷ്യൽ മീഡിയക്ക് ചോദിക്കാനുള്ളത്. ആര് പട്ടിണി കിടന്നാലും സാരമില്ല, വർഗീയത കുത്തിനിറച്ച ഹിന്ദു രാഷ്ട്രമുണ്ടാക്കുക എന്നതു മാത്രമാണ് BJPയുടെ ലക്ഷ്യമെന്നും ഈ റിപ്പോർട്ടുകളോട് ജനങ്ങൾ പ്രതികരിക്കുന്നു. എന്തായാലും കേരളത്തെ ഗുജറാത്താക്കുമെന്നും ഉത്തർപ്രദേശ് ആക്കുമെന്നുമൊക്കെ ചിലർ പറഞ്ഞു നടക്കുമ്പോഴും എന്താണ് ഗുജറാത്ത് എന്നും ഉത്തർപ്രദേശുമെന്നുമൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വർഗീയ ചീട്ട് കളത്തിലിറക്കി സ്വന്തം ജനതയെ മതത്തിന്റെ പേരിൽ വിഘടിപ്പിച്ച രാഷ്ട്രീയ നേട്ടം കൊയ്യുക, ലവ് ജിഹാദ്, കപട പശുസ്നേഹം, കപട ദേശീയ സ്നേഹം, ചരിത്ര സ്മാരകങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച സ്വന്തം ജനതയെ വൈകാരികതയിലേക്ക് തള്ളിവിടുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുക, ഇതുമാത്രമാണ് BJPയുടെ രാഷ്ട്രീയം. അതിനിടയിൽ ആര് പട്ടിണി കിടന്നാലും ഇല്ലെങ്കിലും ഇതൊക്കെ തന്നെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.